ദുബായ് ഫ്രെയിമിൻ്റെ രാത്രി കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത്. 2018 ജനുവരിയിലാണ് ദുബായ് ഫ്രെയിം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ദുബായിലെ സബീൽ പാർക്കിൻ്റെ സ്റ്റാർ ഗേറ്റിന് സമീപമാണ് ദുബായ് ഫ്രെയിം. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം എന്ന റെക്കോർഡും ഇതിനുണ്ട്. 150 മീറ്റർ ഉയരവും 95 മീറ്റർ വീതിയുമുണ്ട് ഇതിന്. മുൻവശത്തെ മ്യൂസിക് ഫൗണ്ടൈനാണിത്. $50 പ്രവേശന ഫീസ്. ഫ്രെയിമിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ആധുനിക ദുബായ്ക്ക് മുമ്പ് ദുബായ് എങ്ങനെയായിരുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഒരു മ്യൂസിയത്തിലൂടെയാണ് നാം ആദ്യം കടന്നു പോകുന്നത്. പഴയകാല അറബിമാരും അവരുടെ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഇതിനുള്ളിൽ കാണാം. പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഓരോ ഏരിയകളും ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. മൺചുമരുകളും പഴയകാല പാത്രങ്ങളും കച്ചവട സാമഗ്രികളും പലവ്യഞ്ജന വസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നു. സ്പെഷ്യൽ ഇഫക്റ്റുകൾ ഉപയോഗിച്ച് മ്യൂസിയം കാഴ്ചയിൽ ആകർഷകമായ അനുഭവം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ നാടോടികളായ മത്സ്യബന്ധന പേൾ ഡൈവിംഗ് ഗ്രാമത്തിൽ നിന്ന് വരുന്ന 50 വർഷത്തെ പ്രൊജക്ഷനിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ദുബായ് ഫ്രെയിം നിർമ്മിക്കുന്നത് മുതലുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ വീഡിയോയും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. 9900 ക്യൂബിക് മീറ്ററിലധികം ഉറപ്പിച്ച കോൺക്രീറ്റും 2000 ടൺ സ്റ്റീലും 2900 ചതുരശ്ര മീറ്റർ ലാമിനേറ്റഡ് ഗ്ലാസും ദുബായ് ഫ്രെയിമിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. എമിറേറ്റ്സിൻ്റെ സമ്പന്നമായ ഭൂതകാലത്തെ അതിമനോഹരമായ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു രൂപക പാലമായി ഫ്രെയിം നിലകൊള്ളുകയാണ്. മുൻ ഭരണാധികാരികളുടെ ചിത്രമാണിത്. ഭാവിയിൽ ദുബായ് എങ്ങനെയായിരിക്കുമെന്നുള്ള ദീർഘവീക്ഷണ വീഡിയോയാണിത്. റോബോട്ടുകളുടെ കാലമായിരിക്കും അത്. ഫ്രെയിമിന് മുകളിലുള്ള പകൽ കാഴ്ചയുടെ വീഡിയോയാണിത്. ഇതേ ഭാഗം രാത്രി എങ്ങനെയായിരിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാൻ പോവുകയാണ് നമ്മൾ. ഏതാണ്ട് 65 സെക്കൻഡിനുള്ളിൽ 48 നിലകൾ താണ്ടിയാണ് മുകളിലെത്തുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ദുബായിയുടെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ കണ്ട
പകൽ കാഴ്ചയുടെ രാത്രി കാഴ്ചയാണിത്. ഈ കാണുന്നത് പഴയ ദുബായ് ആണ്. ദൈറ അടങ്ങുന്ന പഴയ ദുബായ്. ഇത് ആധുനിക ദുബായ്. നിരവധി കെട്ടിട സമുച്ചയങ്ങൾ അടങ്ങുന്ന പുതിയ ദുബായാണ്. ഫ്രെയിമിൻ്റെ തെക്ക് വശം ആധുനിക ദുബായും വടക്ക് വശം പഴയ ദുബായും സന്ദർശകർക്ക് കാണാൻ കഴിയും.